ഫ്രണ്ട്സ്, മൈ പോസിറ്റീവ് വൈബ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നേ നമുക്ക് കുറച്ച് പെറ്റൂണിയയുടെ സീഡ് പാകാനുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ഞാൻ സീഡ് പാകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എങ്ങനെയാണ് പാകുന്നതെന്നുള്ളത്. പെല്ലറ്റഡ് ആയിട്ടുള്ള സീഡാണ്. അപ്പോൾ അത് ഇച്ചിരി സൂക്ഷിച്ച് നമ്മൾ പാകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് എങ്ങനെയാണ് പാകുന്നതെന്നുള്ളതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മൾ സീഡ് പാകുന്നതിന് വേണ്ടി എടുത്തേക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഗാർഡൻ സോയിലാണ്. പലരും ഗാർഡൻ സോയിൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ പറമ്പിലെ മണ്ണാണ് ഗാർഡൻ സോയിൽ. മറ്റേത് ചകിരി കമ്പോസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ അത്യാവശ്യം വളക്കൂട്ടുകളൊക്കെ ചേർന്നിട്ടുള്ള ചകിരി കമ്പോസ്റ്റാണ്. ചെടിയുടെ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് അരിച്ചിട്ടിരിക്കുന്ന മണ്ണാണ്. അപ്പോൾ ഇത് മൂന്നും കൂടിയാണ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. നമ്മൾ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മണ്ണും അരിച്ച മണലും ഒക്കെ ഞാൻ നേരത്തെ ഇന്നലെ തന്നെ എടുത്തിട്ടിരുന്നതാണ്. ജസ്റ്റ് വെയിലൊക്കെ കൊള്ളിച്ച് ഇട്ടിരുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഫംഗലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാനത് ഇന്നലെ തന്നെ നല്ലതായിട്ട് ട്രീറ്റ് ചെയ്തിട്ടിരുന്നതാണ്. അപ്പോൾ നമ്മളിത് മൂന്നും കൂടി മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മിക്സാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ശരിക്കും സോഫ്റ്റായിട്ടായിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമായിരിക്കും അല്ലേ, നല്ല സോഫ്റ്റാണ്. പിടിച്ചൊക്കെ നോക്കാൻ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഹോളൊന്ന് നമുക്ക് കല്ല് കൊണ്ടിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കാം. എടുത്തു വെച്ചിരിക്കുന്ന പോട്ട് ഒരു 1/4 ഭാഗത്തോളം നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് നനച്ചു കൊടുക്കാം. നമുക്ക് ഇത് നന്നായിട്ടൊരു സ്പ്രെയർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. മണ്ണൊന്ന് ടൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് നനയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ നനച്ചു കൊടുക്കുക. നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം കേട്ടോ. കാരണം സീഡ് പെല്ലറ്റഡ് സീഡാണ്. അതുകൊണ്ട് തന്നെ അത് കുതിർന്ന് അതിൻ്റെ കവറിങ്ങൊക്കെ ഒന്ന് പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ സീഡ് ഇടുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിലൊന്ന് നമ്മുടെ പൊട്ടി മിക്സ് ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. ഇതാണ് പെല്ലറ്റഡ് സീഡ്. എല്ലാവർക്കും അറിയാമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സീഡാണ് ഇനി നമ്മൾ ഈ സോയിലിൻ്റെ പുറത്തേക്ക് നമ്മളിതിനെ ഒന്ന് ഇട്ട് കൊടുക്കുക. പെല്ലറ്റഡ് സീഡ് ഈ ഒരു പൊട്ടി മിക്സിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പം മുളച്ച് വരാനുള്ള സൗകര്യത്തിനും പിന്നെ നമുക്ക് പറിച്ച് മാറ്റി നടാനുള്ള ഒരു സൗകര്യത്തിനൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇടകലർത്തിയാണ് സീഡ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലിലേക്ക് നമ്മൾ കുറച്ച് സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡ് ആഡ് ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീഡ് മുളച്ച് വരുമ്പോൾ അത് അഴുക്കായി പോകാതിരിക്കാനും പിന്നെ എന്തെങ്കിലും നമ്മുടെ മണ്ണിൽ എന്തെങ്കിലും ഫംഗസിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, വീണ്ടും നനച്ച് കൊടുക്കണം. അതായത് നമ്മുടെ പെല്ലറ്റഡ് സീഡിൻ്റെ കവറിങ് അലുത്ത് പോകണം. എന്നാൽ മാത്രമേ സീഡ് പുറത്ത് വന്നിട്ട് നന്നായിട്ട് മുളച്ച് വരത്തുള്ളേ. ഈ കവറിൻ്റെ അകത്തുനിന്ന് സീഡ് വന്നെങ്കിൽ മാത്രമേ അത് മുളച്ച് വരുള്ളൂ. അപ്പോൾ അത് ഒന്ന് അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഒന്നുകൂടെ നനച്ച് കൊടുക്കുന്നത്. ഇനിയൊരു നനച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഇനി അടുത്ത ദിവസം നാളെ നനയ്ക്കണം എന്നില്ല. അടുത്ത ദിവസം പിന്നെ ഇതിൻ്റെ ഈർപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ നനച്ച് കൊടുത്താൽ മതി. നമ്മൾ നോക്കുക. നാളെ ഇപ്പം നമുക്കിത് ഇനി കവർ ചെയ്ത് കഴിയുമ്പോൾ തുറന്നു നോക്കേണ്ട ആവശ്യമില്ല. മറ്റന്നാൾ നമ്മളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈർപ്പം ഇല്ലയെന്നാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് തളിച്ചു കൊടുക്കുക. ഒരു 5-6 ദിവസം കഴിയുമ്പോൾ പെറ്റൂണിയ ചെടികളുടെ സീഡുകൾ പതുക്കെ മുളച്ച് വരും. അന്നേരം നമുക്ക് അതിൻ്റെ ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ വഴിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സീഡ് പാകുന്നത്. ഇനി ഇതിൻ്റെ മേലിലൊരു കവർ ചെയ്തിട്ട് അത്യാവശ്യം വെട്ടവും വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഹാങ് ചെയ്തിടുന്നത് ഉറുമ്പ് പോലെയുള്ള ജീവികളൊന്നും സീഡ് എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാങ് ചെയ്തിടുന്നത്. അതിനുശേഷം ഒരു 4-5 ദിവസം കഴിയുമ്പോൾ പതുക്കെ മുളച്ച് വരും. മുളച്ച് വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോഴത്തെ ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സീഡൊക്കെ മേടിച്ച് പാകുന്നവരൊക്കെ ഈ രീതിയിലൊക്കെ ഒന്ന് പാകി നോക്കുക. ഒരെണ്ണം പോലും പാഴായി പോകാതെ നമുക്ക് പ്ലാന്റ്സുകളാക്കി മാറ്റാൻ സാധിക്കും. ഇതെല്ലാം മുന്നേ ഞാനിങ്ങനെ പാകി കിളിപ്പിച്ചിട്ട് പറിച്ച് മാറ്റി നട്ടു കൊടുത്തേക്കണതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നല്ല വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.